നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം ഉച്ചവാർത്തയിൽ പ്രധാന തലക്കെട്ടുകൾ. ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു. ആവേശത്തോടെ ബിജെപി പ്രവർത്തകർ. പാലക്കാട് കോട്ട മൈതാനിയിൽ 2:30 NDAയുടെ പൊതുസമ്മേളനം. ജില്ലയിലെ 12 സ്ഥാനാർത്ഥികൾ അടക്കം പങ്കെടുക്കും. 4 മണിക്ക് തൃശൂരിൽ റോഡ് ഷോ. കേരളം NDAയ്ക്ക് അനുകൂലമെന്ന് മലയാളത്തിൽ മോദിയുടെ എക്സ്പോസ്റ്റ്. LDFന്റെയും UDFന്റെയും ദുർഭരണത്തിൽ ജനങ്ങൾ അതൃപ്തരെന്നും മോദി. SDPIയും CPMും തമ്മിലുള്ളത് പരസ്യധാരണയെന്നും മുഖ്യമന്ത്രി നേരിട്ടാണ് ധാരണയുണ്ടാക്കിയതെന്നും രമേശ് ചെന്നിത്തല. SDPIയുടെ നിലപാട് അവരോട് ചോദിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDFനെ മോശമായി ചിത്രീകരിക്കാനും UDF പരിശുദ്ധരെന്ന് വരുത്താനും ശ്രമമെന്ന് മുഖ്യമന്ത്രി. SDPI ഉണ്ടായതിന്റെ ഉത്തരവാദിത്വം RSSനെന്ന് MA ബേബി. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ TVK അധ്യക്ഷൻ വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും പെരുമ്പൂരിലും ജനവിധി തേടും. മത്സരം TVKയും DMKയും തമ്മിൽ മാത്രമെന്ന് വിജയ്. ലഹരിമുക്ത തമിഴ്നാടും 12ാം ക്ലാസ് മുതൽ PhD വരെയുള്ളവർക്ക് 20 ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പയും പ്രധാന വാഗ്ദാനങ്ങൾ. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയുടെ വിപുലമായ ആഗോള ബന്ധങ്ങൾ സഹായിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷ മേഖലയിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് സംരക്ഷണമൊരുക്കിയ ഗൾഫ് രാജ്യങ്ങൾ മൻ കി ബാത്തിൽ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി. പഞ്ചാബിൽ വൻ ഭീകരാക്രമണ പദ്ധതി തകർത്ത് പോലീസ്. ജമ്മുകശ്മീർ പഞ്ചാബ് പോലീസ് സംയുക്ത ഓപ്പറേഷനിൽ 2 പാക് ഭീകരർ പിടിയിൽ. ലഷ്കർ എ തൊയ്ബ മൊഡ്യൂൾ പഞ്ചാബിലേക്കും വ്യാപിപ്പിക്കുന്നതായി സംശയം. കൊച്ചിയിൽ ആഡംബര ഹോട്ടലിലെ ലഹരിവേട്ടയിൽ അന്വേഷണം ക്രൂയിസ് പാർട്ടിയിലേക്കും. ഇവന്റ് മാനേജ്മെന്റ് ഉടമ ഷോൺ നടത്തിയ ക്രൂയിസ് പാർട്ടിയിലേക്ക് ലഹരി എത്തിയിരുന്നതായി സംശയം. അറസ്റ്റിലായത് ഡോക്ടറും അഭിഭാഷകനും അടക്കം 8 പേർ. അന്വേഷണം ആരംഭിച്ച് കസ്റ്റംസും. മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. രാഷ്ട്രീയ കേരളം വിധിയെഴുതാൻ ഇനി 12 നാൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ദേശീയ നേതാക്കളടക്കം കേരളത്തിലേക്ക് എത്തുകയാണ്. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശമേകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ പാലക്കാട്ടെത്തും. ഉച്ചയ്ക്ക് 2:30-ക്കാണ് കോട്ട മൈതാനത്ത് പൊതുസമ്മേളനം. ജില്ലയിലെ 12 NDA സ്ഥാനാർത്ഥികളും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. തുടർന്ന് തൃശൂരിലേക്ക് വരും. 4 മണിക്ക് തൃശൂരിൽ പത്മജ വേണുഗോപാലിന്റെ റോഡ് ഷോയിലും പങ്കെടുക്കും. അതിനിടെ കേരളം NDAയ്ക്ക് അനുകൂലമെന്ന് മലയാളത്തിൽ മോദിയുടെ എക്സ്പോസ്റ്റ്. LDFന്റെയും UDFന്റെയും ദുർഭരണത്തിൽ ജനങ്ങൾ അതൃപ്തരെന്നും മോദി. വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നു. ഹരീഷ്, കേരളം ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ സൂചിപ്പിച്ച പോലെ 11 ദിവസം മാത്രമാണുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ NDA ക്യാമ്പിന് ആവേശം പകരാൻ എത്തുകയാണ് പ്രധാനമന്ത്രി. തീർച്ചയായിട്ടും അബ്ലി, ഇന്ന് കേരളം ഉറ്റുനോക്കുന്ന, പ്രത്യേകിച്ചും NDA ക്യാമ്പുകൾ, വിവിധ ജില്ലകളിൽ NDA ക്യാമ്പുകൾ ഉറ്റുനോക്കുന്ന ഒരു സുദിനം കൂടിയാണ്. കാരണം പ്രധാനമന്ത്രി നേരിട്ട് ഇവരുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായും പ്രവർത്തകർക്കും ഒപ്പം സ്ഥാനാർത്ഥികൾക്കും ആവേശം നൽകുന്നതിനോടൊപ്പം തന്നെ BJPയുടെ സീറ്റ് ഉറപ്പുവരുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഈ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി NDA ക്യാമ്പ് കണക്കുകൂട്ടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ആദ്യപടി എന്നോണം പാലക്കാടും തൃശ്ശൂരും ഇപ്പോൾ പ്രധാനമന്ത്രി എത്തുകയാണ്. ഇന്ന് 2:30 പാലക്കാട് NDA സമ്മേളനമുണ്ട്. അതിൽ അദ്ദേഹം പങ്കുചേരും. ഒപ്പം റോഡ് ഷോയും ഉണ്ടാകും. 12 NDA സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തോടൊപ്പം അവിടെ പങ്കുചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ജില്ലയിലെ മുഴുവൻ നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒക്കെ ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമാകും. പാലക്കാടിനെ ഇളക്കി മറിച്ചുകൊണ്ടായിരിക്കും ആ ഒരു റോഡ് ഷോ എന്നുള്ളതാണ് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അറിയുന്നത്. സമാനമായി തന്നെ തൃശ്ശൂരിലും അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കും. 4 മണിയോടുകൂടി അദ്ദേഹം തൃശ്ശൂരിലെത്തും. അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് സുരേഷ് ഗോപി അടങ്ങുന്ന ടീമായിരിക്കും. അതിനുശേഷം അദ്ദേഹം
അദ്ദേഹം നേരെ ജില്ലാ ആശുപത്രിയുടെ ഭാഗത്തേക്ക് എത്തും. അവിടെ നിന്നും റോഡ് ഷോ ആരംഭിക്കും. അത് ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയെ ചുറ്റി ഈ ഒരു സ്വരാജ് റൗണ്ടിനെ ചുറ്റി അത് ബിനിയിൽ അവസാനിക്കും. അത്തരത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 1.5 ലക്ഷത്തോളം പേർ ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. സംസ്ഥാന നേതാക്കളടക്കം, ജില്ലാ നേതൃത്വമടക്കം, ദേശീയ നേതാക്കളും അടങ്ങുന്ന വലിയ ഒരു ജനാവലിയാണ് ഇന്ന് BJPയുടെ റോഡ് ഷോയിൽ കാഴ്ചവെക്കുക എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അത്രത്തോളം ആളുകൾ, അത്രത്തോളം പ്രവർത്തകർ ഇന്നുണ്ടാവും. വളരെ ആവേശോജ്വലമായി തന്നെ തൃശ്ശൂരിലും ഇന്ന് NDA റോഡ് ഷോ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബാരിക്കേഡുകൾ നിരത്തി കഴിഞ്ഞു. നമുക്ക് കാണാം വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായും ഈ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷ വേണം എന്നുള്ളൊരു നിർബന്ധം SPGക്ക് അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ, പല റോഡുകളും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു, ബാരിക്കേഡുകൾ വെച്ചു, സെൻസർ ചെയ്ത് മാത്രമേ ആളുകളെ ഉള്ളിലേക്ക് കടത്തിവിടുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിൽ വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തൃശ്ശൂരിലെ പല റോഡുകളും ഇപ്പോൾ ക്ലോസ് ചെയ്തു തുടങ്ങി. തൃശ്ശൂർ റൗണ്ടിലേക്ക് ഇനി SPGക്കാർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന പ്രധാന വഴി മാത്രമേ പൊതുജനങ്ങൾക്കടക്കം പ്രവേശിക്കാനാകൂ. മാധ്യമപ്രവർത്തകരടക്കം പ്രത്യേക സ്ഥലം സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ നിന്ന് പ്രധാനമന്ത്രിയുടെ വിഷ്വൽ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലാണ് സജ്ജീകരണങ്ങളുള്ളത്. വലിയ സുരക്ഷ കഴിഞ്ഞ 2 ദിവസമായി SPG ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ അവർ ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളുണ്ട്. ഇന്ന് ഉച്ചയായി, ഈ ഒരു ഉച്ചയ്ക്കും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബാരിക്കേഡുകൾ നിരത്തിയിരിക്കുന്നു പല റോഡുകളിലും. പ്രധാനമന്ത്രി എത്തുന്നതോട് അനുബന്ധിച്ച വലിയ സുരക്ഷ വേണമെന്ന് നേരത്തെ തന്നെ SPGക്കാരുണ്ട്. ദേഹപരിശോധന നടത്തി മാത്രമേ പൊതുജനങ്ങളെയും പ്രവർത്തകരെയും അടക്കം ഉള്ളിലേക്ക് കയറ്റുന്നുള്ളൂ. ഈ ഒരു സ്വരാജ് റൗണ്ടിലേക്ക് കയറ്റി വിടുന്നുള്ള ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതേപോലെ എല്ലാ റോഡുകളിലും, പ്രധാന റോഡുകളെല്ലാം തന്നെ ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരിക്കുന്നു. കൃത്യമായ സുരക്ഷാ ദേഹപരിശോധന അടക്കം നടത്തിയതിനു ശേഷം മാത്രം പ്രവർത്തകർ അകത്തേക്ക് കയറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു ജനാവലി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായുള്ള ഒരു അതീവ സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു റൗണ്ട് മുഴുവൻ വലം വെച്ച പ്രധാനമന്ത്രി ബിനി ഹെറിറ്റേജിന് മുന്നിലാണ് ഈ റോഡ് ഷോ അവസാനിക്കുക. 2 വശങ്ങളിലും, സ്വരാജ് റൗണ്ടിന്റെ 2 വശങ്ങളിലും ബാരിക്കേഡുകൾ വെച്ചിരിക്കുന്നു. ശരി, NDA ക്യാമ്പിന് ആവേശം പകരാൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു. ആദ്യം പാലക്കാടും പിന്നീട് തൃശ്ശൂരുമാണ് എത്തുക. BJP വളരെയധികം പ്രതീക്ഷ വയ്ക്കുന്ന 2 മണ്ഡലങ്ങൾ കൂടിയാണ് തൃശ്ശൂരും അതുപോലെ തന്നെ പാലക്കാടും ഒക്കെ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരീഷ് നാരായൺ. SDPIയും CPMും തമ്മിലുള്ളത് പരസ്യധാരണയെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് ധാരണയുണ്ടാക്കിയത്. വേങ്ങര, മങ്കട മണ്ഡലങ്ങളിൽ മുൻ SDPI സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ CPMനായി മത്സരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. SDPI CPMും തമ്മിൽ പരസ്യധാരണയാണ്. കേരളത്തിൽ SDPI CPM തമ്മിൽ പരസ്യധാരണയാണ്. 2 സ്ഥാനാർത്ഥികൾ മങ്കടയിലും പിന്നെ അതോടൊപ്പം തന്നെ വേങ്ങര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികളായവരാണ് ഇപ്പോൾ CPM സ്ഥാനാർത്ഥികൾ. മാത്രവുമല്ല, കേരളത്തിലുടനീളം SDPI PDP തുടങ്ങിയവരുമായിട്ട് ബന്ധമുണ്ടാക്കിയത് ഇവരാണ്. SDPIയെ കുറിച്ച് താനാണോ പറയേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. SDPI വോട്ട് വേണ്ടെന്ന് പറയുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. SDPIയുടെ നിലപാട് അവരോട് ചോദിക്കണം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ല. LDFനെ മോശമായി ചിത്രീകരിക്കാനാണ് ശ്രമം. UDF പരിശുദ്ധരെന്ന് വരുത്താൻ ശ്രമമെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് പ്രതികരിച്ചു. കേൾക്കുന്നത് വെച്ചിട്ട് അവരോട് പോയി ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ മനസ്സിലാവില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വർഗീയതയുമായി ബന്ധമില്ല. ഞങ്ങൾ എല്ലാ വർഗീയതയും ഒരേപോലെ കാണുകയാണ്, എല്ലാ വർഗീയതയും ഒരേപോലെ എതിർക്കുകയാണ്. പിന്നെ ഏതെങ്കിലും ശക്തികളോട് ചോദിക്കാറുണ്ടെങ്കിൽ അവരോട് പോയി ചോദിച്ചോളി. നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലായിടെയും കാണുന്നുണ്ട്. എല്ലായിടെയും കാണുന്നുണ്ട്. നരേന്ദ്രമോദിക്ക് വോട്ട് നേടിക്കൊടുക്കാൻ പ്രവർത്തിച്ച ആളാണ് കനകോലുവെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. BJPയുമായി ഡീലുണ്ടാക്കിയത് നെഹ്റുവിന്റെ കാലത്ത് EMSനെ തോൽപ്പിക്കാനാണെന്നും MA ബേബി പറഞ്ഞു. കോൺഗ്രസ് BJP ഡീലാണ് നേമത്ത് BJP അക്കൗണ്ട് തുറപ്പിക്കാൻ സഹായിച്ചത്. SDPI ഉണ്ടായതിന്റെ ഉത്തരവാദിത്തം RSSനാണെന്നും MA ബേബി. ഇപ്പോൾ KPCCയും UDFും അവരുടെ രാഷ്ട്രീയ പ്രചരണ വാദങ്ങൾ അത് അവർ കൂടിയിരുന്ന് ആലോചിച്ചിട്ടല്ല, അതിന് കരാർ പണി കൊടുത്തിരിക്കുകയാണ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുള്ളൂ. അതെല്ലാവർക്കും നിങ്ങൾക്കെല്ലാം അറിയാം. ഒരാളുടെ പേര് കനകോലു എന്ന് പറയുന്ന ഒരാളുടെ പേര് നിങ്ങൾക്കറിയാം.
അപ്പോൾ ഓരോ സംഭവവികാസങ്ങളെയും സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘമുണ്ട്. അതിന് വാർ റൂം എന്നൊക്കെ പേരുണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. അവരാണ് SDPIയുടെ വോട്ട് തള്ളാതെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യഥാർത്ഥ വിശ്വാസികളൊക്കെ ഞങ്ങളുടെ കൂടെയാണ്. LDF ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികളുടെ ഐക്യനിരയാണ്. അത് എല്ലാ വർഗീയതയ്ക്കും എതിരാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മതതീവ്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയ്ക്കൊപ്പവും ഞങ്ങളില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. എല്ലാ മതങ്ങളിലും പെട്ട യഥാർത്ഥ വിശ്വാസികളുമായി LDFന് സഖ്യമുണ്ട്, ഐക്യമുണ്ട്. ഈ സമരത്തിൽ ഞങ്ങൾ അവരെല്ലാം കാണുന്നത് ഞങ്ങളുടെ സ്വാഭാവിക ബന്ധുക്കളായിട്ടാണ്. നാച്ചുറൽ അലൈസാണ് അവർ. ആ ബന്ധമുണ്ട് LDFന്. ആരെല്ലാമാണോ മതത്തെ തീവ്രവാദമാക്കി മാറ്റുന്നവർ, ആരെല്ലാമാണോ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മതഭ്രാന്തിന് വളം വയ്ക്കുന്നവർ, അവരെല്ലാം മറുഭാഗത്താണ്. അത്തരക്കാർ ഞങ്ങളുടെ കൂടെയില്ല. ഡീൽ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കരുതുന്നില്ലെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. പാർട്ടികൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. വേറെ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ടിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ശ്രീതിയൻ കാതോലിക്ക ബാവ. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ മുദ്രകുത്തുന്നു. മതമല്ല മനുഷ്യന്റെ അടിസ്ഥാനം. ആധുനിക ലോകത്ത് ലോകരക്ഷകർ കുറയുകയാണ്. ലോകരാജ്യങ്ങൾ സമ്പത്തിന്റെ 60% ആയുധങ്ങൾ സംഭരിക്കാൻ നീക്കിവെക്കുന്നു. യുദ്ധങ്ങൾ ലോകത്തിന്റെ സമാധാനം കെടുത്തുകയാണ്. യുദ്ധങ്ങളിൽ ആരും ജയിക്കുന്നില്ലെന്നും കാതോലിക്ക ബാവ ഓശാന ഞായർ സന്ദേശത്തിൽ പറഞ്ഞു. മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന മനുഷ്യൻ്റെ അധമ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ മുദ്രകുത്തി ഓരോ സ്ഥാനാർത്ഥികളെയും അങ്ങനെ മറ്റുള്ളവരെയുമൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ യേശു കാണിച്ച മാർഗത്തിന് ഘടക വിപരീതമാണ് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. താൻ ഉന്നയിച്ച 7 അഴിമതി ആരോപണങ്ങളിൽ പിണറായി യു-ടേൺ അടിച്ചെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ടിഷ്യൂ പേപ്പർ കൊടുത്താലും ഒപ്പിടുന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ശിവശങ്കറാണ്. സഹകരണ വകുപ്പിലെ സോഫ്റ്റ്വെയർ ടെൻഡർ അഴിമതി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്നലെ ഹൈക്കോടതി അതിന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ സ്റ്റേ ചെയ്തു. ദിനേശ് PD സഹകരണ സംഘത്തിന് സോഫ്റ്റ്വെയറുമായി എന്ത് ബന്ധമാണുള്ളതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ഞാൻ ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞത് സഹകരണ വകുപ്പിലെ ടെൻഡർ അഴിമതിയെ സംബന്ധിച്ചാണ്. കേരളത്തിലെ 4415 സഹകരണ സംഘങ്ങൾക്ക് സോഫ്റ്റ്വെയർ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡറുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടല്ലേ ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തത്. സ്ത്രീകളെ ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കരുതെന്ന ഉമ്മർ ഫൈസിയുടെ പ്രസ്താവന തള്ളി CPM ജനറൽ സെക്രട്ടറി MA ബേബി. അത്തരം നിലപാടുകളോട് CPMന് യോജിപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തവനൂരിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ സൗജന്യ വിദേശയാത്ര ഓഫർ ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവഹാജിക്കെതിരെ കേസ്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തത്. തവനൂരിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് CP ബാവഹാജിയുടെ പ്രഖ്യാപനം. 15 ദിവസത്തെ ഗൾഫ് യാത്രയാണ് ബാവഹാജി ഓഫർ ചെയ്തിരിക്കുന്നത്. VS ജോയിക്ക് ഏറ്റവും കൂടുതൽ ലീഡ് നൽകുന്ന കമ്മിറ്റിക്കാണ് ഗൾഫ് യാത്രയ്ക്കുള്ള അവസരം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. 15 ദിവസത്തെ താമസം, പോക്കിനും വരവിനുമുള്ള ടിക്കറ്റ് അടക്കമുള്ള സമ്പൂർണ്ണ പാക്കേജ് ആയിരുന്നു ബാവഹാജിയുടെ ഓഫർ. പ്രസംഗത്തിൽ നേരത്തെ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിരുന്നു. TVK തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അധ്യക്ഷൻ വിജയ് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കും. തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും പെരുമ്പൂരിലും വിജയ് ജനവിധി തേടും. മത്സരം TVKയും DMKയും തമ്മിൽ മാത്രമെന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് വിജയ് പറഞ്ഞു. C. ജോസഫ് വിജയ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കാര്യം അറിയിച്ചത്. ഇത് വിസിൽ വിപ്ലവ തെരഞ്ഞെടുപ്പാണെന്നും ഒരവസരം നൽകണമെന്നും സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് വിജയ് അഭ്യർത്ഥിച്ചു. വിജയുടെ പാർട്ടിയിലെ പ്രധാന നേതാക്കളെല്ലാം മത്സരരംഗത്തുണ്ട്. ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരെയാണ് താൻ സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും വിജയ് വ്യക്തമാക്കി.
C. Joseph Vijay. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായുണ്ടായ വെല്ലുവിളികൾ നേരിടാൻ രാജ്യത്തിന്റെ വിപുലമായ ആഗോള ബന്ധങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നത്. അവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകിയതിന് ഗൾഫ് രാജ്യങ്ങളോട് വളരെ നന്ദിയുള്ളവനാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. T20 ലോകകപ്പിൽ കിരീടം നേടിയ ടീം ഇന്ത്യയെയും പ്രധാനമന്ത്രി അനുമോദിച്ചു. के संकट से निकलने के बाद दुनिया नए सिरे से प्रगति की राह पर आगे बढ़ेगी, लेकिन दुनिया के अलग अलग क्षेत्रों में लगातार युद्ध और संघर्ष की परिस्थितियां बनती चली गई। वर्तमान में हमारे पड़ोस में 1 माह से भीषण युद्ध चल रहा है। हमारे लाखों परिवारों के सगे संबंधी इन देशों में रहते हैं, खासतौर पर खाड़ी देशों में काम करते हैं। मैं गल्फ कंट्रीज का बहुत आभारी हूं। പഞ്ചാബിൽ ഭീകരാക്രമണ പദ്ധതി തകർത്ത് പോലീസ്. കശ്മീർ പഞ്ചാബ് പോലീസ് സേനകളുടെ സംയുക്ത നീക്കത്തിൽ 2 ഭീകരരെയും അവരുടെ സഹായിയെയും പിടികൂടി. പഞ്ചാബിലെ മലർക്കോട്ടലയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇതാദ്യമായാണ് ജമ്മുകശ്മീർ പോലീസ് മറ്റൊരു സംസ്ഥാനത്തെ പോലീസ് സേനയുമായി ചേർന്ന് ഇത്തരമൊരു തിരച്ചിൽ നടത്തുന്നത്. പഞ്ചാബിൽ ആസൂത്രണം ചെയ്തിരുന്ന വലിയ ഭീകരാക്രമണ പദ്ധതിയാണ് പോലീസ് തകർത്തത്. മലേർകോട്ട്ല ജില്ലയിൽ നിന്നുമാണ് പ്രതികൾ അറസ്റ്റിലായത്. മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലായിരുന്നു പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. പ്രതികൾ 15 വർഷത്തിലേറെയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ടെന്ന് മലേർകോട്ട്ല നിവാസികൾ പറഞ്ഞു. ഓപ്പറേഷന്റെ പൂർണ്ണ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. തങ്ങളുടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭീകരവാദ കേസുകളുടെ അന്വേഷണം കൂടുതൽ ഊർജിതമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ജമ്മു കാശ്മീർ പോലീസിന്റെ പുതിയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ഈ പ്രതികളെ ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജമ്മു കാശ്മീരിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത ഒരു തീവ്രവാദ കേസിലെ പ്രതികളുമായി സാമ്യമുള്ളതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഒരു ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ പഞ്ചാബിൽ തുടരുന്നത് എന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. ആസൂത്രണം ചെയ്ത ആക്രമണത്തിന്റെ സ്വഭാവം എന്തായിരുന്നുവെന്നും ഇതിൽ മറ്റാർക്കോ പങ്കുണ്ടെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കൂടാതെ ഏതൊക്കെ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഈ ഭീകരപ്രവർത്തനത്തിന് പിന്നിലുണ്ട് എന്ന കാര്യവും ജമ്മു കാശ്മീർ പോലീസ് അതീവ ഗൗരവത്തോടെ പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ നടന്ന ലഹരിവേട്ടയിലെ അന്വേഷണം ക്രൂയിസ് പാർട്ടിയിലേക്കും നീളുന്നു. പിടിയിലായ ഇവന്റ് മാനേജ്മെന്റ് ഉടമ ഷോൺ കൊച്ചിയിൽ ക്രൂയിസ് പാർട്ടി നടത്തിയിരുന്നു. ഈ പാർട്ടിയിലേക്കും ലഹരി എത്തിയിരുന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. ഷോണിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ക്രൂയിസ് പാർട്ടിയുടെ ചിത്രങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഷോണിനൊപ്പം പിടിയിലായവർ ക്രൂയിസ് പാർട്ടിയിൽ പങ്കെടുത്തിരുന്നോ എന്നും അന്വേഷിക്കുന്നുണ്ട്. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത കൊക്കെയിൻ, മെത്താഫിറ്റമിൻ, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ വിദേശത്തു നിന്നാണ് എത്തിച്ചതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. സംഭവത്തിൽ കസ്റ്റംസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യുവതികളടക്കം 7 പേരാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത്. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെമ്പാടും ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജെറൂസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ക്രൈസ്തവർ. സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ ഇന്ന് പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. വിശ്വാസികൾ നഗരവീഥികളിൽ കുരുത്തോല പ്രദക്ഷിണം നടത്തി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ശുശ്രൂഷ. നമ്മുടെ സഹോദരങ്ങൾ യുദ്ധത്തിന്റെ ഭീഷണിയിലാണെന്നും ആ ദേശത്ത് സമാധാനം പുലരാൻ പ്രാർത്ഥിക്കാനും അദ്ദേഹം പറഞ്ഞു. കർത്താവെത്തിയ ആ പുണ്യസ്ഥലത്ത് ഇന്ന് ആരാധനയില്ല. ഭരണാധികാരികൾക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സഭയിലെ സംഘർഷങ്ങളിൽ നിരാശ തോന്നിയിട്ടില്ലെന്നും പ്രശ്നങ്ങൾ ദൈവം നമ്മെ ഓർക്കുന്നതിന്റെ അടയാളങ്ങളാണെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കോട്ടയം പാമ്പാടി മാർ കുറിയാക്കോസ് ദയറയിൽ നടന്ന ചടങ്ങുകൾക്ക് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ കാർമ്മികത്വം വഹിച്ചു.
കരുണയുള്ള ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. അക്രമവും യുദ്ധവും ഒന്നിനും പരിഹാരമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പിടിച്ചെടുക്കലിന്റെയും യുദ്ധത്തിന്റെയും പാതയിലാണ് ഇന്ന് ലോകം. അതിന്റെ ഭാഗമായി കേരളത്തിൽ പാചക ഗ്യാസ് പോലും കിട്ടുന്നില്ല. സാധാരണക്കാരന്റെ ഉപജീവന മാർഗത്തെ പോലും ബാധിക്കുന്നുവെന്നും ശാശ്വതമായ സമാധാനത്തിന് മറ്റനേകം വഴികളുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓശാന ഞായർ പ്രാർത്ഥനകൾക്ക് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് സമാധാനപരമാകണം. രാഷ്ട്രീയം ജനനന്മയ്ക്കും വികസനത്തിനുമാകണം. രാഷ്ട്രീയക്കാർ പാലം വലിക്കുന്നവരാകരുത്, പാലം പണിയുന്നവരാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഇലക്ഷൻ ഏറ്റവും സമാധാനപരമായിട്ട് നടക്കാൻ നമ്മൾ പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ അത് ജനനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്നത് വികസനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വികസനം നടക്കുവാൻ നമുക്ക് ചുറ്റുപാടും സമാധാനം ഉണ്ടാകണം. ആ സമാധാനത്തിന്റെ അന്തരീക്ഷം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. തൃശൂർ ഹൈറോഡിലുള്ള ലാറ്റിൻ പള്ളിയിൽ ഓശാന പെരുന്നാളിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാവിലെ 7:30 പള്ളിയിലെത്തിയ സുരേഷ് ഗോപി കുർബാനയിലും തുടർന്നുള്ള ചടങ്ങുകളിലും പങ്കെടുത്തു. 2021 മുതൽ താൻ ഓശാന പെരുന്നാളിന്റെ ഭാഗമാകാറുണ്ടെന്നും ഇതിൽ മതമില്ല, ദൈവമാണുള്ളതെന്നും ദൈവം എല്ലാവരുടെയുമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിനെ സംബന്ധിച്ച് BJPക്ക് ഒരു ആശങ്കയുമില്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. 5 വർഷത്തെ ഭരണം മോശമാണെന്ന് ജനങ്ങൾ പുലഭ്യം പറഞ്ഞാൽ പോരാ, BJPക്ക് അവസരം നൽകണം. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ലാലി ജെയിംസിനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ തിരിച്ചെടുക്കും. ലാലി ജെയിംസ് KPCCക്ക് മാപ്പ് എഴുതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. പാർട്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച നേതാവാണ് ലാലി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പണം വാങ്ങിയാണ് മേയർ സ്ഥാനം ഡോക്ടർ നിജി ജസ്റ്റിന് നൽകിയത് എന്ന് ലാലി ആരോപിച്ചിരുന്നു. DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് തന്നോട് പണം ചോദിച്ചു എന്നായിരുന്നു ലാലി ജോസഫിന്റെ മറ്റൊരു ആരോപണം. അതേസമയം പാർട്ടിയോട് മാപ്പ് പറഞ്ഞുവെന്ന് ലാലി ജെയിംസ് പ്രതികരിച്ചു. UDF സ്ഥാനാർത്ഥി രാജൻ പല്ലനൊപ്പം കോൺഗ്രസിനായി പ്രവർത്തിക്കുമെന്നും ലാലി ജെയിംസ് വ്യക്തമാക്കി. ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് പോലും മാപ്പ് പറയാൻ തയ്യാറായി നിന്ന K. കരുണാകരൻ്റെ മണ്ണാണിത്, അല്ലേ? അപ്പോൾ ആ ലീഡർ K. കരുണാകരനെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ കേവലം 2 മാസം 3 മാസം സസ്പെൻഷനിലായിരുന്ന ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ അന്നത്തെ പ്രസ്താവന മൂലം ഏതെങ്കിലും നേതാക്കൾക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ അവമതിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൗണ്ട് ഡൗൺ തുടങ്ങവേ തൃശൂർ ജില്ലയിലെ ശ്രദ്ധേയ മണ്ഡലമായ കൊടുങ്ങല്ലൂരിൽ രാഷ്ട്രീയ ആവേശം മുറുകുകയാണ്. LDFന്റെ കരുത്തുറ്റ കോട്ട നിലനിർത്താൻ VR സുനിൽകുമാർ വീണ്ടും കളത്തിലിറങ്ങുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പുത്തൻ മുഖങ്ങളുമായി UDFും NDAയും രംഗത്തുണ്ട്. നിലവിലെ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാറിനെ തന്നെ വീണ്ടും കളത്തിലിറക്കി മണ്ഡലം നിലനിർത്താമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF. 2021 23,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിയ സുനിൽകുമാർ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജനകീയ മുഖവുമാണ് CPIയുടെയും ഇടതുമുന്നണികളുടെയും പ്രധാന തുറുപ്പുചീട്ടുകൾ. VK രാജന്റെ പിൻഗാമിയായി എത്തിയ സുനിൽകുമാറിന് മണ്ഡലത്തിലെ വ്യക്തിപരമായ സ്വാധീനവും അനുകൂല ഘടകമാണ്. കഴിഞ്ഞ തവണ കൈവിട്ട വിജയം തിരിച്ചുപിടിക്കാൻ യുവനേതാവ് OJ ജനീഷിനെയാണ് UDF രംഗത്തിറക്കിയിരിക്കുന്നത്. കോൺഗ്രസ് അണികൾക്കിടയിലുള്ള OJ ജനീഷിന്റെ സ്വാധീനവും ഭരണവിരുദ്ധ വികാരവും വോട്ടായി മാറുമെന്നാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. മണ്ഡലത്തിലെ പഴയകാല UDF ആധിപത്യം വീണ്ടെടുക്കാനുള്ള ഊർജിതമായ പ്രചാരണത്തിലാണ് ഇവർ. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയുമായി NDA ഇത്തവണ 2020 നേതാവ് ഡോക്ടർ വർഗീസ് ജോർജിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ കൂടിയായ വർഗീസ് ജോർജ് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയും മാള, അന്നമനട, കുഴൂർ തുടങ്ങി 7ഓളം പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ഇത്തവണ ആര് മേൽക്കൈ നേടുമെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ. കോഴിക്കോട് നാദാപുരത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. SI മനോജിനും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമാണ് കടിയേറ്റത്. ഇന്ന് രാവിലെയാണ് സംഭവം. സ്റ്റേഷൻ കോമ്പൗണ്ടിൽ വെച്ചാണ് SIക്കും കെട്ടിട നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾക്കും കടിയേൽക്കുന്നത്. പരിക്കേറ്റവർ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം.